ചിങ്ങം 1 കർഷക ദിനാഘോഷം. മരട് നഗരസഭയും കൃഷിഭവനും സംയുക്തമായി കർഷക ദിന ആഘോഷ സംഘാടക സമിതി രൂപീകരിച്ചു. സംഘാടക സമിതി യോഗം കുണ്ടന്നൂർ പെട്രോ ഹൗസിൽ വെച്ച് മരട് നഗരസഭയുടെ ചെയർമാൻ ശ്രീ ആന്റണി ചമ്രമിൽ ഉദ്ഘാടനം ചെയ്തു. മരട് നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് കെ മുഹമ്മദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മരട് നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, നഗരസഭാ കൗൺസിലർമാർ, കർഷകരുടെ പ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. ചിങ്ങം 1 ആഘോഷം ക്രോഡീകരിക്കുന്നതിന് വേണ്ടി വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ചു. കമ്മിറ്റിയുടെ ചെയർമാൻമാരെയും കൺവീനർമാരെയും തിരഞ്ഞെടുത്തു. കർഷക ദിനം മരട് നഗരസഭയും കൃഷിഭവനും വളരെ വിപുലമായിട്ടാണ് മരടിൽ ആഘോഷിക്കുന്നത്. കലാപരിപാടികൾ, നാടൻപാട്ട്, കാർഷിക സെമിനാർ, കാർഷിക ഘോഷയാത്ര, കൃഷി ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം, കർഷകരെ ആദരിക്കൽ തുടങ്ങിയ എല്ലാ മേഖലകളും കാർഷിക ദിനത്തിൽ ആഘോഷമാക്കുന്നു. നമ്മൾ ചിങ്ങം 1 വലിയ ആഘോഷമായാണ് മരട് നഗരസഭ നിരവധി വർഷങ്ങളായി നമ്മൾ നടത്തി വരുന്നത്. അപ്പോൾ അതിൻ്റെ ആലോചന യോഗം ഇന്ന് നടക്കുമ്പോൾ വരുന്ന ചിങ്ങം 1 ഏതെല്ലാം രീതിയിലേക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനേക്കാൾ കൂടുതൽ അതിന് ഭംഗിയും വർണ്ണവും പകിട്ടും എല്ലാമുള്ള രീതിയിലേക്ക് നമുക്ക് ചിങ്ങം 1 നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നിവിടെ സഭ കർഷക ദിനത്തിൽ വളരെ കാര്യമായ പ്രവർത്തനങ്ങളാണ്, പരിപാടികളാണ് നടത്തിപ്പോരാറ്. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കൃഷി വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരുപാട് വലിയ പരിപാടിയാണ് നമ്മൾ നടത്തിപ്പോവാറ്. അതൊരു വാസ്തവമാണ്. പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഈ കർഷക ദിനം ഇത്ര ഭംഗിയായി നടക്കുന്നു എന്ന് ചോദിച്ചാൽ, വരും തലമുറയ്ക്ക് കൃഷിയെക്കുറിച്ചിട്ടുള്ള അറിവ് പകർന്നു കൊടുക്കുന്നതിന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ അതിനെ ഭംഗിയാക്കി പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒന്നാമത്തെ ആശയം. രണ്ടാമത്തെ ആശയം, കർഷകരെ കുറച്ചാണെങ്കിലും ഉള്ള കർഷകരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് രണ്ടാമത്തെ ലക്ഷ്യം. ഇതുവരെ ഭംഗിയാക്കി ഈ പരിപാടി നടത്താൻ സാധിച്ചത് നഗരസഭയുടെ ഭരണ രംഗത്തിരിക്കുന്നവരുടെ കഴിവുകൊണ്ടോ കൃഷി ഓഫീസറുടെയോ മറ്റ് അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയോ മാത്രം പ്രയത്നം കൊണ്ടോ അല്ല, മറിച്ച് ഇത്തരമൊരു കൂട്ടായ സംഘാടക സമിതിയുടെ എല്ലാവരും ഒരാൾ മാറി നിൽക്കാതെ എല്ലാവരുടെയും കഴിയുന്ന രീതിയിലുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പരിപാടികൾ നമ്മൾ വിജയിപ്പിക്കാറ്. ഇന്നും അതുപോലെ തന്നെ നമ്മുടെ സംഘാടക സമിതി രൂപീകരണത്തിന്റെ യോഗത്തിൽ വന്നു ചേർന്നിട്ടുള്ള എല്ലാവരെയും ഞാൻ ഒറ്റവാക്കിൽ വളരെ ഭംഗിയായിട്ട് നമ്മൾക്കത് കൊടുക്കാൻ പറ്റി. പക്ഷേ 700 എന്നുള്ളതിൽ 1000-ലധികം പേരവിടെ വന്നതുകൊണ്ട് അവസാനം വന്നിരുന്ന വ്യക്തികൾക്ക് ഭക്ഷണം കിട്ടാത്തൊരു സ്ഥിതിയിലേക്കും വന്നു. അത് ഫുഡ് കമ്മിറ്റിയിലുള്ള അംഗങ്ങളുടെയോ കുഴപ്പം കൊണ്ടല്ല, അവിടെ വന്നിരിക്കുന്ന ആളുകളുടെ പങ്കാളിത്തം നമുക്ക് വരണ്ട എന്ന് പറയാൻ പറ്റാത്തൊരു സ്ഥിതി. പ്രത്യേകിച്ചും അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന അവിടുത്തെ കുട്ടികൾ തന്നെയാണ് വന്നത്. പക്ഷെ നമുക്ക് അവരോട് ഭക്ഷണം കഴിക്കണ്ട എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഓരോ കോളും നിങ്ങൾ നിശ്ചയപ്പെടുത്തുമ്പോൾ അല്ലെങ്കിൽ നമ്മളത് നിശ്ചയപ്പെടുത്തുമ്പോൾ അതും കൂടി കണക്കാക്കിയുള്ള ഒരു ഫുഡായിരിക്കണം അറേഞ്ച് ചെയ്യേണ്ടത്. എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞിട്ട് അവസാനം ഫുഡ് കിട്ടാതെ വരുമ്പോൾ, ഇവിടെ മറ്റുള്ളവർ പറഞ്ഞതുപോലെ ഫുഡ് കിട്ടാതെ വന്നാൽ മുഴുവൻ വഴി ഫുഡ് കമ്മിറ്റിയിലേക്ക് വരാതെ അത് നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായിട്ട് കണ്ട് മുന്നോട്ട് പോകണം. അതനുസരിച്ച് വേണം അത് അറേഞ്ച് ചെയ്യാൻ എന്നുള്ളൊരു അഭിപ്രായം കൂടി എനിക്കുണ്ട്. നമ്മുടെ നാട്ടിലിപ്പോൾ കൃഷി വലിയ തോതിലൊന്നുമില്ല. എന്നാലും പരിമിതമായ വിഭവങ്ങൾ വെച്ച് നമ്മുടെ നഗരസഭക്കകത്ത് കുറേ മനുഷ്യർ അങ്ങനെ ഒന്ന് നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ അതിൽ നിന്നും അവരുടെ മികവനുസരിച്ച് നമ്മൾ കണ്ടെത്തുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നൊരു ചടങ്ങാണ് നടത്തുന്നത്. ഇപ്രാവശ്യമെങ്കിലും ആ ആദരിക്കപ്പെടുന്ന മുഴുവൻ വ്യക്തികളെയും വേദിയുടെ ഉള്ളിൽ ഇരുത്തി അവരൊന്ന് ആദരിക്കണമെന്നൊരു അഭിപ്രായം ഞാൻ പറയുകയാണ്. നമ്മുടെ സംഘാടക സമിതി നഗരസഭയാണെങ്കിലും നമ്മുടെ സംഘാടക സമിതിയുടെ മുഴുവൻ ആളുകളാണ് പലപ്പോഴുമായി ഉള്ളിലുള്ളത്. നമ്മുടെ പ്രോഗ്രാമിൻ്റെ കർഷക ദീപം തെളിയിക്കൽ എന്ന് പറയുന്നത് കർഷകർ ആ വേദിയുടെ ഉള്ളിൽ നിന്ന് തെളിയിക്കുന്നതാണ്. അവർക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി പ്രാവശ്യം കൊടുത്തു. അതുപോലെ പരമാവധി അവർക്ക് വേണ്ടിയുള്ളൊരു പ്രോഗ്രാമാക്കി ഇതിനെ നമ്മൾ മാറ്റേണ്ടതുണ്ട്. അതിന് ഈ പ്രാവശ്യ കമ്മിറ്റിക്ക് കഴിയേണ്ടതുണ്ടെന്ന് മാത്രമാണ് പറയാനുള്ളത്. നഗരസഭയിലെ ഭരണാധികാരികൾ ഇത്
ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. എന്നിട്ട് ഓരോന്നിനും ചിലവാകുന്നതിൻ്റെ ആദ്യം ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം. എന്നിട്ട് എത്ര നമുക്ക് പിരിവ് കിട്ടുമെന്ന് നോക്കണം. അതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. കാരണം കഴിഞ്ഞ കർഷകത്തിന് ഞാൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അവസാനം പൈസയ്ക്ക് വേണ്ടി വല്ലാതെ ബുദ്ധിമുട്ടിയ ഒരവസ്ഥ ഉണ്ടായി. അത് നമുക്ക് വേണ്ട. നന്നായിട്ട് ആദ്യം തന്നെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി ആ എസ്റ്റിമേറ്റിനകത്ത് നിന്നുകൊണ്ട്